അപ്പോൾ അത് അതീവ ഗുരുതരമായൊരു കാര്യമാണ്. ഇത് സംബന്ധിച്ച് വ്യക്തമായ പഠനം വേണം. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണം. പാർലമെൻറ്റിൽ തന്നെ ഉന്നയിച്ചൊരു കാര്യം, കേരള സർക്കാർ രൂപീകരിച്ച വെൽഫെയർ ആൻഡ് പ്രൊട്ടക്ഷൻ സ്കീമുണ്ട് IT എംപ്ലോയീസിന് വേണ്ടി. വളരെ ഫലപ്രദമാണ്. ഇനിയും ഒരുപാട് മേഖലകളിൽ നമ്മൾ പോകേണ്ടതുണ്ട്. പക്ഷേ രാജ്യത്തിന് മാതൃകയായി അത്തരത്തിൽ IT സെക്ടറിലെ ഒരു വെൽഫെയർ ആൻഡ് പ്രൊട്ടക്ഷൻ സ്കീമുള്ള ഏക സംസ്ഥാനം കേരളമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആ വിഷയവും അന്ന് ഇതിൻ്റെ ഭാഗമായി പാർലമെൻറ്റിൽ ഉന്നയിച്ചിരുന്നു. അപ്പോൾ നിലവിലുള്ള ലേബർ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കണം. അതോടൊപ്പം തന്നെ പുതിയ വ്യാപകമായ വർക്ക് ഫ്രം ഹോം, അതിൻ്റെ പ്രായോഗികതയും അതുണ്ടാക്കുന്ന മറ്റ് പ്രശ്നങ്ങളും വളരെ സജീവമായി ആഴത്തിലുള്ള പഠന വിധേയമാക്കി മാറ്റണം. ആരോഗ്യവും ക്ഷേമവും മറ്റെന്തിനേക്കാൾ പ്രധാനമാണ് എന്ന് ഗവൺമെൻറ് വിലയിരുത്തണം. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ DYFI ആഗ്രഹിക്കുന്നു. ഇത് തൊഴിലാളികളുടെയും അല്ലെങ്കിൽ ജീവനക്കാരുടെയും ആംഗിളിൽ മാത്രമാണ് ഞാൻ ഈ സംസാരിച്ചത്. തീർച്ചയായും രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, രാജ്യത്ത് നിക്ഷേപവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, ഏത് സ്റ്റേറ്റിലായാലും രാജ്യത്താകയാലും. അതുകൊണ്ട് തന്നെ ഇത്തരം പഠനങ്ങളിൽ ഈ തൊഴിൽ ദാതാക്കളെയും ഇത്തരം കമ്പനികളെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സായ എല്ലാവരോടും മതിയായ ശാസ്ത്രീയമായ കൺസൾട്ടേഷൻ നടത്തി ഫലപ്രദമായി ഇത് സംബന്ധിച്ച് സമഗ്രമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. ഇനി അന്നാ സെബാസ്റ്റ്യന്മാർ ഉണ്ടാകാൻ പാടില്ല. അന്നാ സെബാസ്റ്റ്യന്മാർ ഇനി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി വളരെ ജാഗ്രതയോടുകൂടി രാജ്യം മുൻപോട്ട് പോകേണ്ടതുണ്ട്. അത്തരം ഇടപെടലുകൾക്ക് ഗവൺമെൻറ് നേതൃത്വം കൊടുക്കണം. അത് സംബന്ധിച്ച് DYFI വ്യാപകമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. ക്യാമ്പയിനുകൾ മാത്രമല്ല, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് DYFIയും DYFIയുടെ എന്ന നിലയിൽ പഠിക്കും. അങ്ങനെ പഠിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കും. നിയമനിർമ്മാണത്തിനുള്ള ഇടപെടലുകൾ നിരന്തരമായി നടത്താൻ DYFI പ്രതിജ്ഞാബദ്ധമാണ്. ഈ പ്രശ്നത്തെ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഞാൻ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കുറേ പ്രധാനപ്പെട്ട കമ്പനികൾ ഒഴികെ ബാക്കി എല്ലാ കമ്പനികളും, ഈ ഏണസ്റ്റ് ആൻഡ് യങ്ങൊന്നും ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതല്ല, ഒരുപാട് കമ്പനികളിൽ ഉയർന്ന ബിരുദമുള്ളവർ വളരെ ചെറിയ പണത്തിന് ജോലിയെടുക്കേണ്ടി വരികയാണ്. എന്നാൽ അവിടെ ജോബ് സ്റ്റെബിലിറ്റിയും ഇല്ല. ആ ചെറിയ വരുമാനമുള്ള ജോലി എത്ര കാലമുണ്ട്? ജോബ് സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ ഇത് വളരെ ഗുരുതരമായ ഒരു പുതിയ പ്രശ്നത്തെ രൂപപ്പെടുത്തുന്നു. എന്നാൽ ആ ദിശയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ തടസ്സപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുന്ന സ്ഥലവും ഉണ്ടാകരുത്. ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടാകണം. അപ്പോൾ ആ കോണ്ടസ്റ്റിൽ ഇതിനെ സമഗ്രമായി തന്നെ കണ്ടുകൊണ്ട് വളരെ കൃത്യവും ഫാക്ച്വലായ ഒരു സ്റ്റഡിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് നീങ്ങണം. കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെടണം. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ യോഗം വിളിക്കണം. അന്നാ സെബാസ്റ്റ്യൻ്റെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ഗവൺമെൻറ് മുന്നോട്ട് പോകേണ്ട സമയമായിരിക്കുന്നുവെന്ന് ഗവൺമെൻറ്റിനോട് വിനയപൂർവ്വം DYFI ഓർമ്മിപ്പിക്കുകയാണ്. DYFI ഉത്തരവാദിത്തമുള്ളൊരു യുവജന സംഘടന എന്ന നിലയിൽ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള അഭിപ്രായ വിനിമയത്തിന്, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് ഞങ്ങൾ ഓൺലൈനായും ഓഫ്ലൈനായും അവസരങ്ങൾ ഒരുക്കും. അവരെ കേൾക്കും, ചർച്ചകൾ സംഘടിപ്പിക്കും. അതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ ഗവൺമെൻറ് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കും. അതിന് വിവിധ സംസ്ഥാനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലുള്ള മാതൃകകൾ നമുക്ക് മുമ്പോട്ട് വെക്കാം. വിവിധ ലോകരാജ്യങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, അവിടെയൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ പോസിറ്റീവായ എന്തെങ്കിലും നമുക്ക് എലമെൻറ്റുകളുണ്ടോ എടുക്കാൻ എങ്കിൽ അത്തരം ഘടകങ്ങൾ കൂടി ഒക്കെ പഠിച്ചുകൊണ്ട് ഗവൺമെൻറ് മുമ്പിൽ വളരെ പ്രൊഡക്റ്റീവായി ഇക്കാര്യങ്ങൾ സമർപ്പിക്കുന്നതിന് ആണ് DYFI ലക്ഷ്യം വയ്ക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. അന്നാ സെബാസ്റ്റ്യൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ആ അമ്മയും ആ കുടുംബവും നടത്തുന്ന ഇത് ഇനിയൊരു അന്നാ സെബാസ്റ്റ്യൻ ഉണ്ടാകാതിരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി അവർ മുന്നോട്ട് വന്നതിനെ ഒരു യുവജന സംഘടന എന്ന നിലയിൽ പ്രത്യേകം ആ അമ്മയെയും ആ കുടുംബത്തെയും DYFI അഭിനന്ദിക്കാനും ആഗ്രഹിക്കുന്നു. അവരെ ആ നഷ്ടബോധത്തിൽ നിൽക്കുന്ന ആ കുടുംബത്തെ DYFI ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. തൊഴിലാളി സംഘടനകൾ പോലും ഇല്ല, അതുപോലും പിന്നെ ഇല്ലാതാക്കുന്ന ഒരു തരത്തിലാണ് കാര്യങ്ങൾ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് ഫോറത്തിലാണ് ഇവർ പോയി പറയേണ്ടത്? അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ രീതിയിലൊരു മാറ്റമല്ലേ ശരിക്കും വേണ്ടത്? തീർച്ചയായിട്ടും അതാണ്. ഇത് വളരെ സമഗ്രമായി തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഒട്ടനവധി തരത്തിലുള്ള ചൂഷണങ്ങൾ നിലനിൽക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ അതിന് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളില്ല.
അപ്പോൾ ആ ഡെമോക്രാറ്റിക്കലായ പ്ലാറ്റ്ഫോം വേണം. അത് നമ്മുടെ ഭരണഘടന തന്നെ നൽകുന്ന അവകാശമാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അതിനനുകൂലമല്ലാത്ത ആ ഒരു അവിടെ അതാണ് ഞാൻ പറഞ്ഞത്, ചെക്ക് ആൻഡ് ബാലൻസ് ആണ്. അവരെയും കേൾക്കണം. ഒരു ആധുനിക കാലത്ത് ഇങ്ങനെ മനുഷ്യത്വരഹിതമായി ഒരു കമ്പനികൾക്ക് പോകാൻ കഴിയുണ്ടോ? ഇതെല്ലാം എൻഡ് ഓഫ് ദി ഡേ കമ്പനിയാണ്, ബിസിനസ്സാണ്. അവർ ലാഭനഷ്ടങ്ങൾക്ക് എന്നതിനപ്പുറത്ത് ഒന്നും അവരുടെ മുമ്പിലില്ല. ഇതാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം. പക്ഷെ അവിടെ ഒരു ഗവൺമെൻറ് കാഴ്ചക്കാരായി നിൽക്കരുത്. അത് വളരെ പ്രധാനമാണ്. ഗവൺമെൻറ്റിൻ്റെ കണ്ണു തുറപ്പിക്കാൻ സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കാൻ അന്നാ സെബാസ്റ്റ്യൻ്റെ മരണം ഒരു ഹേതുവാകണം. ഇനി അന്നാ സെബാസ്റ്റ്യൻ ഉണ്ടാകാതിരിക്കണം. പൊതുവായിട്ടും ഈ മേഖലകളിൽപ്പെട്ടവരുമായിരിക്കും. പല ഘട്ടങ്ങളിൽ ഇവരുമായിട്ട് ഞങ്ങൾ നിരന്തരമായി കമ്മ്യൂണിക്കേഷൻ വയ്ക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഈ 1/8/2024 പാർലമെൻറ്റിൽ ഉന്നയിച്ച ഈ പ്രശ്നം, അത് അപ്രഖ്യാപിതമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നം ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത് അന്ന് DYFIയുടെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. കേരളത്തിൽ DYFI നടത്തിയ ഒരു യാത്രയുടെ ഭാഗമായി ഞങ്ങളന്ന് വിവിധ IT ക്യാമ്പസിലെ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ വളരെ രസകരമായൊരു കാര്യം, കൊച്ചി ഇൻഫോ പാർക്കിലെ IT സെക്ടറിലെ ആളുകളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ സദസ്സിലിരിക്കുന്നതിൽ പെൺകുട്ടികളുടെ എണ്ണം കുറവാണ്, അല്ലെങ്കിൽ വനിതകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അതൊരു കൗതുകം കൊണ്ട് ചോദിച്ചു അതെങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ തന്നെ പങ്കെടുത്തുകൊണ്ടിരുന്ന HR വിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ കമ്പനികളിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം എന്നോട് പറഞ്ഞത്. പിന്നീട് അത് സംബന്ധിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കോൺവെർസേഷനിലൂടെയാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇൻപുട്ട് കിട്ടുക, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. ആ പ്രശ്നങ്ങൾ അവിടെ കളഞ്ഞിട്ട് പോകലല്ല, അത് ഉന്നയിക്കേണ്ട വേദികളിൽ വളരെ ഉത്തരവാദിത്വത്തോടെ ഉന്നയിക്കുകയും ഫലപ്രദമായി അത്തരം നിയമനിർമ്മാണങ്ങൾക്ക് ദിശാബോധം നൽകാൻ ഈ കൂടിക്കാഴ്ചകളും ഈ കിട്ടുന്ന ഇൻപുട്ടുകളും വാലിഡായി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിച്ച ഒരു രീതി. അതിനിയും തുടരും. അന്നയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് കുറേ കൂടി അഗ്രസീവായി ആ ഒരു പോസിറ്റീവായ ഡിസ്കഷനും കോൺവെർസേഷനും നടത്താനാണ് ഉദ്ദേശിക്കുന്നത്.